ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയത്തില്ല. മൈലേജ് എത്രയുണ്ട്? നോർമലി ഒരു 2 and 2.5 ആണ് കിട്ടുന്നത്. 100 കിലോമീറ്റർ സ്പീഡിലോട്ട് എത്താൻ വേണ്ടി എത്ര സെക്കൻഡ് എടുക്കും? അറൌണ്ട് ഒരു 40 സെക്കൻഡ്. എങ്ങനെയുണ്ട് ഇതിന്റെ മെയിന്റനൻസും ഒക്കെ കോസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഡെസർട്ടിൽ പോണ ഒരാളോട് മെയിന്റനൻസ് വെച്ചിട്ട് കാര്യമില്ല. ഞങ്ങള് ജസ്റ്റ് പോയി ഒരു 3-4 മണിക്കൂർ കൊണ്ട് ആ വണ്ടി കാണിച്ചു വിടണ്ട. നിങ്ങൾ നാട്ടിലുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭ്രാന്താന്ന് പറയാം. ഞാനാദ്യം ഓഫ് റോഡ് ലൈഫിലേക്ക് ഇറങ്ങുന്നത് ആദ്യം ഒരു ജീപ്പ് റാംഗ്ലർ ആയിട്ടാണ്. അടുത്തത് ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ബാക്കിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്യണം. ചേട്ടാ ഒന്ന് സ്റ്റാർട്ട് ആക്കോ. ഈ വണ്ടി ചേട്ടന് മാത്രമല്ല ഓടിക്കാൻ പറ്റുമോ? എനിക്ക് മാത്രം. ഇത്രയും കളേഴ്സ് നമുക്ക് ആക്കാവോ? നാട്ടിലെ ഗട്ടറുള്ള റോഡും ദുബായിലെ നല്ല സ്മൂത്ത് റോഡിലും ഇത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഗട്ടർ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് വന്നേടാ. ആൾക്കാർ ഓടിക്കലാണെങ്കിൽ പ്രശ്നമായിട്ട് മിനിമം റേഞ്ച് സ്പീഡ് വെച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും ഒരു എന്താ പറയുക, ഒരു പൂട്ട് വിതറിയ പോലെ അവിടെ ഇവിടെ കേട്ടാണ് ആൾക്കാർ കിടക്കുന്നത്. ചേട്ടാ ഈ വണ്ടിയുടെ ഹൈറ്റ് എത്രയാണ്? ഈ വണ്ടി കണ്ടെയ്നർ കയറി ഇടണം, 1 അടി ഉണ്ടാവും ജസ്റ്റ് മുട്ടാനായിട്ട്. ചേട്ടാ നമ്മളിപ്പോ ഇതിലെ കൂടെ പോകുമ്പോൾ എല്ലാവരുടെ മുഖത്തും ഭയങ്കര വാവ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണു മറ്റേ തള്ളി വരുന്ന എക്സ്പ്രഷൻ ആണ് ഈ വണ്ടി പോകുമ്പോ. ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ടെന്റ്. കൊച്ചിയിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ദുബായ് വണ്ടികളാണ്. ഒന്ന് ടൊയോട്ട FJ ക്രൂസർ ആൻഡ് 1 ടൊയോട്ട ടുൻഡ്ര. സോ നമുക്ക് ആദ്യം ഇതിന്റെ വിശേഷങ്ങൾ അറിയാം. ഫ്ലെമിൻ ചേട്ടാ, ഹലോ. എത്ര ദിവസമായി ഇതിവിടെ വന്നിട്ട്? ഇതിപ്പോ വന്നിട്ട് 2 ആഴ്ച. ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ദുബായിന്ന് ആദ്യം കാർനെറ്റ് എടുക്കാം. അതാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പെർമിറ്റ്. കാർനെറ്റ് എടുക്കാം. പിന്നെ അവിടുത്തെ ഒരു ടൂറിസത്തിന്റെ പെർമിറ്റ്, അതാണ് 6 മാസം വാലിഡിറ്റി ഉള്ളതാണ്. അടുത്ത് നേരെ ഇവിടെ കൊണ്ടുവരാം. പിന്നെ ഇവിടുത്തെ കുറച്ച് കസ്റ്റംസിന്റെ ക്ലിയറൻസും കാര്യങ്ങളുണ്ട്. ടാക്സ് അടയ്ക്കണം, ഇൻഷുറൻസ്, അങ്ങനെ ഇവിടുത്തെ ഒരു NOC ഉണ്ട്. അത് കുറച്ച് പ്രൊസീജിയർ. എല്ലാം കൂടെ എത്ര ബഡ്ജറ്റ് ആയി കാണും ഈ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിന് മാത്രം? 4 ലക്ഷം രൂപയുടെ ചെലവ് തന്നെയുണ്ട്. പിന്നെ ഒരു 35,000 ദിറംസ് അവിടെ ഡെപ്പോസിറ്റ് ക്യാഷും വയ്ക്കണം, 1 ലാഖിന്റെ ചെക്കും വയ്ക്കണം. തിരിച്ചു കൊണ്ടുപോകാനല്ലേ? തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. എന്തുകൊണ്ടാണ് ടുൻഡ്ര ചൂസ് ചെയ്തത്? ഞാൻ ആദ്യം ഓഫ് റോഡ് ലൈഫിലേക്ക് ഇറങ്ങുന്നത് ആദ്യം ഒരു ജീപ്പ് റാംഗ്ലർ ആയിട്ടാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ട്രക്ക് ലൈഫായിട്ട് ഇങ്ങനെ നടക്കുന്ന ഓരോരുത്തരെ കണ്ട് കൊള്ളാല. കുറച്ച് പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ V8 എഞ്ചിനാണ്, 5.7 ലിറ്റർ. അപ്പൊ അത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡെസർട്ടിലേക്ക് കുറച്ചുകൂടി പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഒന്ന് മാറി നോക്കിയതാണ്, ട്രൈ ചെയ്താൽ. വളരെ ഹാപ്പിയാണ്. ഈ V8 എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാ? ഇത് ടർബോ അല്ല, ഇത് വിത്തൗട്ട് ടർബോ ആണ് വണ്ടി തന്നെ. വിത്തൗട്ട് ടർബോ, പക്ഷെ 5.7 ലിറ്റർ എബോ 400 bhp എഞ്ചിൻ വണ്ടിയുണ്ട്. പിന്നെ V8 എന്ന് പറഞ്ഞാൽ അറിയാലോ, V ഷേപ്പ് ഹെഡ്, V ഷേപ്പ് ആയിരിക്കും. ചേട്ടാ സസ്പെൻഷൻ ഇതിന്റെ ഏത് കമ്പനിയാ ചെയ്തേക്കുന്നത്? കിങ്സിന്റെ. ഈ ചുമന്ന കളറ് ചൂസ് ചെയ്യാൻ എന്താണ് കാരണം നമ്മളിപ്പോ വന്നപ്പോഴുണ്ടല്ലോ എല്ലാരും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുമായിരുന്നു ഈ വണ്ടിയും. അത് മാത്രമല്ല കളർ എറിച്ചു നിൽക്കുന്നു. ചുമപ്പിനോടുള്ള ഇഷ്ടം തന്നെയാണ്. ആണല്ലേ? അപ്പൊ ചേട്ടാ സാധാരണ ട്രക്കിനെല്ലാം ഭയങ്കര വലിയ ഹെഡ്ലൈറ്റ് ആണ്.